നമസ്കാരം. നമസ്കാരം. നമ്മുടെ വിഷുക്കണി കണ്ട് കേരളം കണി കണ്ട് തീർന്നിട്ടില്ല അല്ലേ? വിഷുവിന് ഇപ്പോൾ നമ്മുടെ കേരളത്തിൽ ഒരു സുപ്രധാനമായ ഒരു പ്രശ്നം വിഷുക്കണിയെ എങ്ങനെ വികലമായി ചിത്രീകരിക്കാമെന്നായിരുന്നു. ആലപ്പുഴ ചേർത്തലയിൽ അതിന്റെ ഒരു ഉദാഹരണം നമ്മൾ വിഷു എങ്ങനെ നമ്മുടെ സമൂഹത്തിൽ അത് എങ്ങനെ ഇമ്പാക്ട് ഉണ്ടാക്കുമെന്നൊരു പൈലറ്റ് പ്രോജക്ട്. അതിന് പിന്നാലെ പോലീസ് കേസെടുത്തു. ന്യായ സംഹിത 198 പ്രകാരം കേസെടുത്തു. അറസ്റ്റിലെ ജാമ്യത്തിൽ ഇറങ്ങി. പക്ഷെ മലപ്പുറത്ത് വീണ്ടും ഇതേപോലുള്ള പോസ്റ്ററുകൾ ഇറങ്ങുന്നു. സമാനമായ രീതിയിൽ സമാനമായ സാമൂഹിക പ്ലാറ്റ്ഫോമുകളിൽ വന്നുകൊണ്ടിരിക്കുന്നു. ശരിക്കും അങ്ങനെ വരുന്നുണ്ട്. പക്ഷെ ഇതിന് പിന്നിൽ വ്യക്തമായൊരു രാഷ്ട്രീയ അജണ്ട അല്ലെങ്കിൽ ഒരു അതായത് ഇതൊരു ഒരു ഒരു ഫിയർ ക്രിയേഷൻ ആണ്. ഒരു ഭയം ജനിപ്പിക്കുകയാണ്. പാനിക് ആക്കുക. അതായത് ഞങ്ങളുടെ കയ്യിലേക്ക് വരാൻ പോവാണ്. പറഞ്ഞല്ലോ, ഷാജി പറഞ്ഞല്ലോ, മതമാണ് ഞങ്ങളുടെ പ്രശ്നം. അതാണ് ഞങ്ങളുടെ ഐഡന്റിറ്റി. കഴിഞ്ഞ 10 വർഷം ഞാൻ എന്റെ മതത്തിനോട് ഒന്നും ചെയ്തില്ല, ഇനി ഞാൻ ചെയ്യുമെന്നാണ് പറയുന്നത്. മതേതര പാർട്ടിയുടെ അതാണ് ഇവിടത്തെ വിഷയം. അതായത് UDF അധികാരത്തിൽ വരുന്നു, മുസ്ലിം ലീഗിന് വലിയ സ്വാധീനം ഉണ്ടാകാൻ പോകുന്നു. അപ്പോ ഈ ലീഗിനകത്ത് വലിയ രീതിയിൽ നുഴഞ്ഞു കയറിയിരിക്കുന്ന ഈ പറഞ്ഞ പോലെ വിഘടനവാദികളായ ആൾക്കാർ, ഈ പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ, SDPI, ജമാഅത്ത് ഇസ്ലാമി, ഇങ്ങനെ ഒരു കൂട്ടം ഈ റാഡിക്കലൈസ് ചെയ്യുന്ന ഗ്രൂപ്പുകളുടെ ഒരു സംഘാതം, ഒരു കൂട്ടം, അത് ലീഗിന്റെ തണലിൽ വളരെ ശക്തമായിട്ട് അവർ ഉയർന്നു വരികയാണ്. അപ്പൊ ഇതായത് ഞങ്ങൾ ഇങ്ങനെയൊക്കെ ചെയ്യും, ആരുണ്ടടാ ഇവിടെ ചോദിക്കാൻ, ഇതാണ് ഇതിനകത്തുള്ള ഒരു ലൈൻ. ഇതിപ്പോ എന്ത് സംഭവിക്കുന്ന വെച്ചാൽ, ആദ്യമൊക്കെ നമ്മൾ ഈ പൊതുവെ ഹിന്ദുക്കളുടെ ഒരു പ്രശ്നം, അവരെ ആദ്യമൊക്കെ കുറെ ഉണ്ടാകും. അള മുട്ടിയാൽ ചേരയും കഴിക്കുന്ന അവസാനം ഒരു പൊട്ടിത്തെറിയും. അത് താങ്ങുമോ എന്നാണ് സത്യത്തിൽ അറിയേണ്ടത്. ഇതൊരു വലിയ വിപത്തായി മാറും. ഇത് എത്രയും പെട്ടെന്ന് അധികാരികൾ, പോലീസ്, നിയമം, കോടതി ഒക്കെ ഈ വിഷയത്തിൽ ഇടപെട്ടില്ലെങ്കിൽ ഇത് വലിയ വിഷയമായി. 192 പ്രകാരം വളരെ കൃത്യമായിട്ട് മതസ്പർദ്ധ ഉണ്ടാക്കുന്ന തരത്തിലുള്ള പ്രവർത്തനങ്ങൾ ആ വകുപ്പിട്ട് വേണം കേസിലെടുക്കാൻ. അങ്ങനെ വരുമ്പോൾ ഇത് റിമാൻഡ് ചെയ്യപ്പെടും, ജയിലിൽ നിന്ന് പെട്ടെന്നാണ്. അപ്പോൾ നമ്മൾ ഈ പുറമെ നമ്മൾ ഈ വീരവാദം മുഴക്കാൻ ആൾക്കാരെല്ലാം എടുക്കും. ഞാൻ അങ്ങനെ ചെയ്തോളാം, ഇങ്ങനെ ചെയ്തോളാം. ഫേസ്ബുക്കിൽ കൂടെ തള്ളാൻ ഒരു മടിയില്ല. നമ്മൾ ഫേസ്ബുക്കിലേക്ക് ഞാൻ ഫേസ്ബുക്കിൽ എഴുത്ത് നിർത്തിയിട്ട് എത്രയോ കാലം. പകരം നല്ല ലേഖനങ്ങൾ കണ്ടാൽ, നല്ല വാർത്തകൾ കണ്ടാൽ അത് ഷെയർ ചെയ്യും. ശരിക്കും പറഞ്ഞാൽ പേടിയാണ്. നമ്മുടെ മനസ്സിലെ ആശയങ്ങൾ നമ്മുടെ ഫേസ്ബുക്ക് പേജിൽ നമ്മൾ പങ്കുവയ്ക്കുമ്പോൾ എവിടെ നിന്നും അറിയില്ല, ആരാണെന്ന് അറിയില്ല. നമ്മൾ സുഹൃത്തുക്കളെ അങ്ങനെ എനിക്ക് അത്തരം ഭയമില്ല. എനിക്ക് ആ ഭയമില്ല. അങ്ങനെ ഉണ്ടെങ്കിൽ നമുക്കിപ്പോ ഇവിടെ വന്നിരുന്ന് ഇങ്ങനെ സംസാരിക്കാൻ പറ്റില്ല. സോഷ്യൽ മീഡിയയിൽ തീർച്ചയായിട്ടും നമ്മൾ പറയുന്നത് കേൾക്കുന്ന ആൾക്കാർ അതിനുള്ള മറുപടി തരും, കമന്റുകളായിട്ട് വരും. അങ്ങനത്തെ ഭയം, മോശം കമന്റുകളെ പേടിച്ച് അങ്ങനെ ഒളിച്ചോടാനൊന്നും ഞാനില്ല. പക്ഷെ ഞാൻ എഴുതാത്തത് എന്താന്ന് വെച്ചാൽ, വേണ്ട, ഞാൻ ഈ ആവശ്യമില്ലാത്ത ഒരു നമ്മളെ ചിലതൊക്കെ എഴുതുമ്പോൾ പലർക്കും നോവും. അപ്പൊ എന്തിനാണ് വെറുതെ സമൂഹത്തിൽ നമ്മളൊരു ഈ ആൾക്കാരെ കുത്തി നോവിക്കാൻ പോണ്ട. നമ്മളെ പലതും കണ്ടില്ല കേട്ടില്ല എന്നൊക്കെ മരിച്ചങ്ങ് പോവാണ്. അതെ, നമ്മളെ സബ്ജക്റ്റാണ്. ഇതിപ്പോ ഇത് വാസ്തവത്തിൽ നമ്മൾ പ്രതികരിക്കേണ്ട സമയം കഴിഞ്ഞു. പിന്നെ നമ്മുടെ MK അടക്കമുള്ള മിതവാദികളെ കൊണ്ട് ഒരു കാലത്ത് നിറഞ്ഞു നിന്നാണ്. അല്ല, അവര് മിതവാദികളാണോ അവര് തീവ്രവാദികളാണോ എന്നൊന്നും നമുക്കറിയില്ല. പക്ഷെ ഒരു കാര്യം, അവര് ഈ പൊതുസമൂഹവുമായിട്ട് യോജിച്ചു പോകുന്നവരാണ്. അവരാരും തന്നെ ഈ പറഞ്ഞ ഇസ്ലാമിക് ഫണ്ടമെന്റലിസം അല്ലെങ്കിൽ ഈ റാഡിക്കലൈസേഷൻ അതിന് അവര് വെള്ളവും വളവും കൊടുത്തിരുന്നു. നമുക്കറിയാം, 80കൾ മുതൽ നമ്മൾ ഇവരെ ഏതാണ്ടൊക്കെ കാണുന്നുണ്ട്. ഞാന് E.T. മുഹമ്മദ് ബഷീർ എന്ന് പറയുന്ന വിദ്യാഭ്യാസ മന്ത്രിയെ നല്ലവണ്ണം അടുത്ത് നിന്ന് കണ്ടിട്ടുണ്ട്. അദ്ദേഹം വിദ്യാഭ്യാസ മന്ത്രി അല്ലാതിരുന്ന സമയത്ത് അദ്ദേഹത്തിനോട് സംസാരിച്ചിട്ടുണ്ട്. P.K. കുഞ്ഞാലിക്കുട്ടിയോട് സംസാരിച്ചിട്ടുണ്ട്.
എല്ലാം പത്രസമ്മേളനങ്ങൾ കവർ ചെയ്തിട്ടുണ്ട്. എനിക്കത്ര അങ്ങനെ ഒരു ബുദ്ധിമുട്ടോ പ്രശ്നങ്ങളോ തോന്നിയിരുന്നില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ഞാൻ പറഞ്ഞ ഇവരുടെ ഒരു മനുഷ്യന്റെ ഉള്ളിൽ എന്താണെന്ന് നമുക്ക് അറിയാൻ കഴിയും. പക്ഷെ അവരുടെ പെരുമാറ്റം എല്ലാ വിഭാഗങ്ങളുമായിട്ട് യോജിച്ചു പോകുകയായിരുന്നു. പക്ഷെ ഇന്നിപ്പോ നമുക്ക് അങ്ങനെ ചൂണ്ടിക്കാണിക്കാൻ പറ്റുന്ന ഒരു സാഹചര്യം ആണോ ലീഗിനുള്ളിൽ ഉള്ളത് എന്ന ചോദ്യം വളരെ പ്രസക്തമാണ്. അതിന് ഈ ലീഗ് സത്യത്തിൽ ഈ കേരളത്തിന്റെ ഈ പറയുന്ന നമ്മുടെ ഒരു മതനിരപേക്ഷ ജനാധിപത്യ ഒരു സാംസ്കാരിക ഒരു ജീവിതക്രമത്തിൽ, കേരളത്തിന്റെ ഒരു ജീവിതക്രമത്തിന് ലീഗും ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗാണ്, ഇന്ത്യ വിഭജിക്കാൻ കാരണമായ ഒരു പാർട്ടിയാണ്, അതിന്റെ പിന്തുടർച്ചക്കാരാണ് ഇവര് ഒക്കെ ഞാൻ സമ്മതിച്ചു. ആ ലീഗ് അല്ല ഈ ലീഗ് എന്നൊക്കെ പറയുമെങ്കിലും ആ ലീഗിൽ നിന്ന് തന്നെയാണ് ഈ ലീഗിന്റെയും പറഞ്ഞത്. പക്ഷെ അവര് ഒരിക്കലും നമ്മള് കേരളത്തിന്റെ പൊതുധാരയിൽ നിന്ന് മാറി നിന്ന് വ്യത്യസ്തരായി മറ്റേതെങ്കിലും തരത്തിലുള്ള, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ മതമൗലികവാദമോ ഈ റാഡിക്കലൈസേഷനോ ഒന്നും അവർ ശ്രമിച്ചിരുന്നില്ല. അവര് ഞാനിപ്പോഴും ഓർക്കുന്നുണ്ട്, പണ്ടൊരു ചർച്ചയിൽ എം.എൻ. കാരശ്ശേരി മാഷ് പറഞ്ഞു 10 എയ്ഡഡ് സ്കൂൾ അനുവദിക്കും. അപ്പൊ ലീഗിന് അതില് 5 എണ്ണം മലപ്പുറം ജില്ലയിൽ അല്ലെങ്കിൽ മലബാറിൽ വേണം, കോഴിക്കോട്, മലപ്പുറം, കണ്ണൂർ. ഈ ലീഗിന് അങ്ങനെ ഒരു വാശിയുണ്ടായിരുന്നു. അതിനപ്പുറത്തേക്കൊരു മൗലികവാദം ഒന്നും അവർക്കില്ല. പറയുന്നത് 10 സ്കൂൾ അനുവദിക്കുമ്പോ 5 സ്കൂൾ ഞങ്ങൾക്ക് ഒരു 3-4 ജില്ലകളിൽ കിട്ടാം, ബാക്കി നിങ്ങളത് NSS കൊടുക്കുക, SNDP കൊടുക്കുക, ക്രിസ്ത്യൻ സഭകൾക്ക് കൊടുക്കുക, എന്ത് വേണം. ഞങ്ങൾക്ക് 5 സ്കൂൾ കിട്ടണം. ഈ 5 സ്കൂളിന് ബലം പിടിച്ച ഒരു 4 സ്കൂളെങ്കിലും വാങ്ങുക. ബാക്കി 6 സ്കൂളാണ് ഈ പറഞ്ഞ NSS, SNDP. ഇതിനെയാണ് വെള്ളാപ്പള്ളി നടേശൻ ചോദ്യം ചെയ്തത്. അപ്പൊ വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞു, നിങ്ങളിങ്ങനെ മലപ്പുറം ജില്ലയിൽ SNDPക്ക് ഒരു സ്കൂൾ പോലും ഇല്ല, ഞങ്ങളെ ബുദ്ധിമുട്ടുന്നുണ്ട്, ഞങ്ങളുടെ കുട്ടികൾക്ക് പഠിക്കാൻ കഴിയുന്നില്ല, നിങ്ങളുടെ സ്കൂളിൽ വന്ന് നിങ്ങളുടെ അവിടെ അഡ്മിഷൻ കിട്ടണമെങ്കിൽ നിങ്ങളുടെ ഔദാര്യം കാത്തു നിൽക്കണം. ഇത് ഞങ്ങൾക്ക് സഹിക്കാൻ കഴിയുന്ന ഒരു കാര്യമല്ല. പക്ഷെ അത് പറഞ്ഞപ്പോ അദ്ദേഹം വലിയ വർഗീയവാദി അല്ല. അദ്ദേഹത്തിനെ വിമർശിക്കാനുള്ള സ്വാതന്ത്ര്യം എല്ലാവർക്കും ഉണ്ട്, അതില്ലെന്നല്ല ഞാൻ പറയുന്നത്. അദ്ദേഹം ചെയ്യുന്നതിൽ തെറ്റും ശരിയും വേർതിരിച്ച് മനസ്സിലാക്കി തെറ്റിനെ വിമർശിക്കുകയും ശരിയെ അനുഭവിക്കുകയും ചെയ്യണം. ഈ പറഞ്ഞതിൽ ഒരു ന്യായമുണ്ട്. മലപ്പുറം ജില്ലയിലെ ഈ ഒരു പ്രവണതയെ കുറിച്ച് അദ്ദേഹം പറഞ്ഞതിനകത്ത് ഒരു ന്യായമുണ്ട്. ആ ന്യായത്തെയാണ് ഞാൻ ഇവിടെ ചൂണ്ടിക്കാണിച്ചത്. പക്ഷെ അത് ഞാൻ ഈ പറഞ്ഞതുപോലെ ലീഗ് ഒരു വലിയ മതമൗലികവാദ സംഘടനയോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള പ്രവർത്തനങ്ങളോ ആയിട്ട് പോയിരുന്നില്ല. പക്ഷേ ഈ 1990-കൾക്ക് ശേഷം നമ്മുടെ നാട്ടിലുണ്ടായ ഒരുപാട് മാറ്റങ്ങൾ, ഈ ഗൾഫ് പണത്തിന്റെ വരവും അതിലൂടെ ഒരു വിഭാഗം സമ്പന്നരായി മാറിയും ഒക്കെ നമ്മൾ ഇതിനോടൊപ്പം ചേർത്ത് വായിക്കും. അവിടെയാണ് 2001-2004 കാലത്ത് കേരളം ഭരിച്ച A.K. ആന്റണി ചൂണ്ടിക്കാണിച്ച ഒരു കാര്യം. അതായത് പൊതുവെ ഒരു അദ്ദേഹം പറഞ്ഞ എങ്ങനെയാണ്, അദ്ദേഹത്തിന്റെ വാക്കുകളായിട്ടില്ല, പൊതുവെ പരാതിയുണ്ട്. എന്താണ്? സംഘടിത ന്യൂനപക്ഷം, ക്രിസ്ത്യൻ മുസ്ലിം വിഭാഗങ്ങൾ തങ്ങളുടെ സംഘടിത വോട്ട് ബാങ്ക് കാണിച്ച് വിലപേശി അവരുടെ ആവശ്യങ്ങൾ നേടുന്നു. ഈ ഭൂരിപക്ഷ സമൂഹം അസംഘടിതരാണ്. അവർ NSS എന്നും SNDP എന്നും ഒക്കെ പറഞ്ഞ് വിഘടിച്ചു നിൽക്കുക. അപ്പോ അവർക്ക് ഇങ്ങനെ വിലപേശി കാര്യങ്ങൾ നേടാനുള്ള കരുത്തില്ല. ഈ സ്വാശ്രയ കോളേജുകളുടെ നിയമനിർമ്മാണം നടന്നു, സ്വാശ്രയ കോളേജുകൾ അനുവദിക്കാനുള്ള നിയമനിർമ്മാണം നടന്ന് എല്ലാവർക്കും, എല്ലാ സമുദായങ്ങൾക്കും ഈ പറഞ്ഞതുപോലെ കൃത്യമായിട്ട് എഞ്ചിനീയറിംഗ് കോളേജുകളും മെഡിക്കൽ കോളേജുകളും കൊടുക്കാൻ A.K. ആന്റണി സർക്കാർ തയ്യാറായി. അന്ന് NSSനോട് അവർ, അതായത് A.K. ആന്റണി, ഉമ്മൻചാണ്ടി തുടങ്ങിയ പ്രഗത്ഭരായ നേതാക്കള് NSSുമായിട്ട് ചർച്ച ചെയ്തപ്പോൾ പറഞ്ഞു, നിങ്ങൾക്ക് ഒരു മെഡിക്കൽ കോളേജ് തരാം, ഒരെണ്ണം നിങ്ങൾ എടുക്കൂ. അന്ന് ജനറൽ സെക്രട്ടറി ആയിരുന്ന നാരായണ പണിക്കർ സാറും അദ്ദേഹത്തിന്റെ അടുത്ത അനുയായിയായ സുകുമാരൻ നായർ സാറും കൂടെ ചേർന്ന് വേണ്ട, എന്നാൽ നടത്തിക്കൊണ്ടുപോകാൻ വലിയ പാടാണെന്നാണ് അവർ പറയുന്നത്. പക്ഷെ അന്ന് നായർ സമുദായത്തിൽ ഒരുപാട് ഡോക്ടർമാര് സ്വന്തം കയ്യിൽ നിന്ന് പണമെടുത്ത് പെരുന്നയിൽ പോയി ഇവരോട് ചർച്ച ചെയ്തു. നിങ്ങൾ ഒന്നുകൊണ്ട് വിഷമിക്കേണ്ട, നമുക്ക് നല്ല രീതിയിൽ നടത്താം, ഇവിടെ പല ആശുപത്രികളിലും ഞങ്ങളല്ലേ ജോലി ചെയ്യുന്നു, ഞങ്ങൾക്കറിയാം ഇതെങ്ങനെ നടത്തണം, ഞങ്ങൾ നടത്താം. പക്ഷെ ഇവര് സംഭവിച്ചു. അതിനെക്കുറിച്ച് പല കഥകളുണ്ട്, അത് പോട്ടെ.
സ്ഥലമില്ലാത്തതുകൊണ്ടല്ല പറഞ്ഞു വന്നതാണ്. അപ്പൊ AK ആന്റണി സർക്കാർ ചൂണ്ടിക്കാണിച്ച ഈ കാര്യം, പ്രത്യേകിച്ച് മാറാട് കലാപവുമായി ബന്ധപ്പെട്ട് നടന്ന അറസ്റ്റുകളും മറ്റു കാര്യങ്ങളും, അതിനുശേഷം ഇത് വളരെ വ്യക്തമായിട്ട് AK ആന്റണി പറഞ്ഞു. ഇത് പറഞ്ഞാൽ അദ്ദേഹം പറഞ്ഞ ഇത് പൊതുവേ ഉള്ളൊരു പരാതിയാണ്. ഇത് അദ്ദേഹത്തിന്റെ വാക്കുകളായിട്ടല്ല പറഞ്ഞത്, ഇങ്ങനെ പൊതുവെ പരാതിയുണ്ട്. ഈ പരാതി ഈ ക്രിസ്ത്യൻ മുസ്ലിം വിഭാഗങ്ങൾ തിരിച്ചറിയണം. നിങ്ങൾ ഇത്തരത്തിൽ ഒരു മർക്കട മുഷ്ടി കാണിക്കരുത്. നിങ്ങൾ എല്ലാവരുമായിട്ട് ചേർന്ന് പോകും. ഈ മറ്റുള്ളവർക്കും ഇവിടെ ജീവിക്കാൻ, ഈ അസംഘടിത ഭൂരിപക്ഷത്തിനും ഇവിടെ ജീവിക്കാൻ അവകാശമുണ്ട്. അതിനെ ചോദ്യം ചെയ്യരുത്. ഇതൊക്കെയാണ് AK ആന്റണി അന്ന് ചൂണ്ടിക്കാണിച്ചത്. പക്ഷെ അത് വലിയ കോലാഹലമായി ആന്റണിക്കെതിരെ പടയൊരുക്കുകയോ അവസാനം ആന്റണി ജീവനും കൊണ്ട് ഡൽഹിക്ക് പോകും. അതെ, ആന്റണിയെ ഇവിടുന്ന് പറപ്പിച്ചു എന്നുള്ളതാണ് ലീഗിന്റെ അന്നത്തെ പവർ. ആ ലീഗിന്റെ പവറാണ്. സാധാരണ കോൺഗ്രസ് ഇല്ല, എന്നിട്ട് ആ സ്ഥാനത്ത് അത് കെ കരുണാകരനെ അധികാരത്തിൽ നിറക്കിയപ്പോ തൊട്ടേ ലീഗിന്റെ ശക്തി നമ്മൾ കണ്ടുതുടങ്ങി. ലീഗിന് കെ കരുണാകരനെ മാറ്റി ആ സ്ഥാനത്തേക്ക് AK ആന്റണിയെ കൊണ്ടുവരികയും തിരൂരങ്ങാടിയിൽ നിന്ന് മത്സരിപ്പിച്ച് അവിടുത്തെ MLA രാജിവെപ്പിച്ചിട്ട് അവിടെ മത്സരിപ്പിച്ച് ജയിപ്പിച്ച് കൊണ്ടുവരികയും ചെയ്തു. അദ്ദേഹം പിന്നീട് 2001 വീണ്ടും അദ്ദേഹം ചേർത്തല നിന്ന് മത്സരിച്ച് മുഖ്യമന്ത്രിയായി. അപ്പൊ ഈ അന്നത്തെ ഞാൻ പറഞ്ഞ പഴയ സാഹചര്യത്തിൽ നിന്ന് നമ്മൾ വളർന്ന് എത്തി നിൽക്കുന്നത് തീക്കൊള്ളി കൊണ്ട് തലചൊറിയുന്ന ഒരു സാഹചര്യത്തിലാണ്. നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇവിടെ സത്യത്തിൽ ഈ ഒരു വിഭാഗത്തെ മറ്റൊരു വിഭാഗം പ്രകോപിപ്പിക്കുക, ശക്തമായ പ്രൊവക്കേഷൻ, ഒരു സംശയവും വേണ്ട. അതായത് സമൂഹത്തിൽ എങ്ങനെയെങ്കിലും ഒരു സ്പർദ്ധ ഉണ്ടാകും, ഒരു കലഹം ഉണ്ടാകണം, ഒരു ലഹള ഉണ്ടാകും. വളരെ കൃത്യമായിട്ട് ആർക്കൊക്കെയോ എന്തൊക്കെയോ അജണ്ടകളുണ്ട്, എവിടെയൊക്കെയോ എന്തൊക്കെയോ ഒരുക്കങ്ങൾ നടക്കും. വളരെ വളരെ അപകടകരമായ ഒരു സാഹചര്യത്തിലാണ് നമ്മൾ നിൽക്കുന്നത്. കേരളം ഒരു അഗ്നിപർവ്വതത്തിന്റെ മുകളിൽ. കേവലം ഒരു തെരഞ്ഞെടുപ്പിൽ ഉണ്ടാകാൻ പോകുന്ന വിജയത്തിന്റെ മാത്രം ലഹരി, അല്ലെങ്കിൽ ഭരണം കിട്ടാൻ പോകുന്നു എന്നുള്ള ഒരു ലഹരി കാണിക്കുന്ന വെറും പേക്കൂത്തുകളായിട്ട് ഇതിനെ കാണാൻ കഴിയും. മറിച്ച് ഇതിന്റെ പുറകിൽ വളരെ കൃത്യമായ ആസൂത്രിതമായ ഒരു സംഘടിത ഗൂഢശ്രമം ഉണ്ട്, ഒരു ഗൂഢാലോചനയുണ്ട്, ഒരു ഗൂഢ പദ്ധതിയുണ്ട് എന്ന് വ്യക്തം. വളരെ ലളിതമായിട്ട് ഞാൻ ഒരു മരുന്ന് ഞാൻ പറയും. സത്യത്തിൽ ഈ ഉണ്ണിക്കണ്ണന്റെ ഭക്തന്മാർ, ശ്രീകൃഷ്ണ ഭക്തന്മാർ ചെയ്യേണ്ടത്, ആരാണോ തങ്ങളെ അപമാനിച്ചത് അവരുടെ മുഴുവൻ കച്ചവടത്തെയും ബഹിഷ്കരിക്കുക, പോയിക്കൊണ്ടിരിക്കുക. അവരുടെ വ്യാപാര സ്ഥാപനങ്ങളെ ആശ്രയിക്കാതിരിക്കുക. അവരിൽ നിന്ന് അവരുടെ ആ വ്യാപാര സ്ഥാപനങ്ങളിൽ നിന്ന് ഒരു സാധനവും വാങ്ങാതിരിക്കുക. വളരെ പെട്ടെന്ന് ഈ ഒരു ഇത് നിൽക്കും. വേറെ അടിയോ പിടിയോ ലഹളയോ ഒന്നും നടത്തണം, ഒരു മറുപടിയും കൊടുക്കണം. വളരെ കൃത്യമായിട്ട് ശ്രീകൃഷ്ണ ഭക്തർക്ക് ആത്മാഭിമാനം ഉണ്ടെങ്കിൽ, സനാതന ധർമ്മ വിശ്വാസികൾക്ക് ആത്മാഭിമാനം ഉണ്ടെങ്കിൽ, അന്തസ്സുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട പണികൾ വളരെ കൃത്യമാണ്. അതോടുകൂടി ഈ പ്രശ്നം അവിടെ നിൽക്കും. അപ്പോ ഈ സമൂഹത്തിനുള്ളിൽ ചിന്തിക്കുകയും നല്ല കാര്യങ്ങൾ പറയുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്ന ഒരു വലിയ വിഭാഗം ആൾക്കാരുണ്ട്. അവരെ ഈ അപകടം മനസ്സിലാക്കും. അവര് ഇത്തരം ആൾക്കാരെ നിരുത്സാഹപ്പെടുത്തും, അവരെ കറക്റ്റ് ചെയ്യും. വീണ്ടും പൊതുസമൂഹത്തിന്റെ ഒരു മുഖ്യധാരയിലേക്ക് സഹകരിച്ചു കൊണ്ടുപോകാവുന്ന ഒരവസ്ഥയിൽ തിരിച്ചു വരും. ഇത് അല്ലെങ്കിൽ ഇത് വലിയ ആപത്തിലേക്ക് പോകും. ഇപ്പൊ ചിദാനന്ദപുരി സ്വാമിയൊക്കെ പറഞ്ഞു കഴിഞ്ഞു, ഇത് നമുക്ക് ഇനിയും കയ്യും കെട്ടി സഹിക്കാൻ പറ്റില്ല. പക്ഷെ നമ്മൾ അക്രമത്തിന് പോകരുത്. കാരണം അക്രമം കൊണ്ട് ഒരു അക്രമത്തെ മറ്റൊരു അക്രമം കൊണ്ട് പരിഹരിക്കാൻ പറ്റില്ല. അതെ, വളരെ കൃത്യമായിട്ട് ബഹിഷ്കരണം ഒരു വിധത്തിലും സഹകരിക്കും. മാത്രമല്ല, പറയുന്ന പുതിയ ന്യായവാദങ്ങൾ, ശ്രീരാമൻ ക്ഷത്രിയ ശ്രീരാമൻ മാംസം കഴിക്കുന്നു, അല്ല അത് കഴിച്ചോട്ടെ, അതുകൊണ്ട് കഴിക്കുന്നു. നമ്മുടെ ഭഗവാന്മാർക്ക് നമ്മൾ മത്സ്യവും കള്ളും ഒക്കെ നിയമിക്കുന്നു. അപ്പോൾ അതൊക്കെ ആകാൻ വലിയ ന്യായങ്ങൾ പറയില്ല. അത് രാജേഷ് ഇതിന്റെ പുറകിൽ വളരെ കൃത്യമായി ഒരു ഈ ഇടത് ലെഫ്റ്റ് ജിഹാദി കൂട്ടുകെട്ട്, ഈ ഇടത് റാഡിക്കൽ വിഭാഗവും അവര് ചെയ്യുന്ന എന്താന്ന് വെച്ചാൽ അവർക്ക് കയ്യിൽ നിന്ന് ഭരണം പോയി. ഇനിയിപ്പോ ഇവിടെ ആകെ കുട്ടിച്ചോറാണ്. അതിന് ഈ മത വിഭാഗത്തിലെ ഒരു കൂട്ടം ആൾക്കാരെ കൂട്ടുപിടിച്ചുകൊണ്ട് ചെയ്യുന്നതാണ്.
നമുക്കറിയാം പണ്ട് ഈ അയോധ്യ രാമജന്മഭൂമി ബാബറി മസ്ജിദ് പ്രശ്നം ഒരു സിവിൽ കേസായിരുന്നു. അതിനെ ഇത്രയും റാഡിക്കലൈസ് ചെയ്തതാരാണ്? ഇർഫാൻ ഹബീബിനെ പോലെയുള്ള ഇടത് ഹിസ്റ്റോറിയൻസ് ആണ്, റൊമീല ഥാപ്പറിനെ പോലെയുള്ള ഇടത് ഹിസ്റ്റോറിയൻസ് ആണ് അതിനെ ഇത്രയും വഷളാക്കിയത്. നോക്കൂ, കെ മുഹമ്മദ് വളരെ വ്യക്തമായിട്ട് പറഞ്ഞു ഈ എക്സ്കവേഷൻ കഴിഞ്ഞപ്പോൾ. അദ്ദേഹം പറഞ്ഞു ഇത് സത്യത്തിൽ ഇതൊരു ഹിന്ദു ക്ഷേത്രമാണ്, ഇത് ഒരു കാരണവശാലും ആ ഹിന്ദു ക്ഷേത്രം തകർത്ത് പള്ളി നിർമ്മിച്ചിരിക്കുകയാണെന്ന് ഇവിടുന്ന് വ്യക്തമാണ്. ഇത് ഇത്രയും കാലം ഇത്രയും പ്രശ്നങ്ങൾക്കൊന്നും പോണ്ട. ഇത് അന്ന് തന്നെ ഈ പറഞ്ഞതുപോലെ ആർക്കിയോളജി ഡിപ്പാർട്ട്മെന്റിനെ അവിടെ ഇടപെടിച്ച് അവര് മുഖാന്തരം അന്വേഷണം നടത്തി ഇതിന്റെ എല്ലാ തെളിവുകളും കണ്ടെടുത്ത് ഈ ഡിസ്പ്യൂട്ട് അന്നേ അവസാനിപ്പിച്ചിരുന്നെങ്കിൽ ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടാകും. പക്ഷെ ഇതിനെ ആരാണ് വഷളാക്കിയത്? ഈ ഇടത് ബുദ്ധിജീവികളാണ് ഇതിനെ വഷളാക്കിയത്. അവരാണ് ഈ പറഞ്ഞ മുസ്ലിം വിശ്വാസികളിൽ തെറ്റായ വിവരങ്ങൾ കുത്തിവെച്ചുകൊണ്ട് അവരെ ഈ പറഞ്ഞതുപോലെ റാഡിക്കലൈസ് ചെയ്ത് ഒരു വിഭാഗത്തിനെതിരെ തിരിച്ചത്. അതിന്റെ ഫലമാണ് ഇന്നും നമ്മുടെ നാട്ടിൽ തുടങ്ങുന്ന ഈ സ്പർദ്ധ. കാരണം രണ്ട് മുട്ടനാടുകളെ തമ്മിലിടിപ്പിച്ച് അതിന്റെ നെറ്റിയിൽ നിന്ന് ഇറ്റിറ്റ് വീഴുന്ന ചോര നക്കി കുടിക്കാൻ കാത്തു നിൽക്കുന്ന കുറുക്കന്റെ, ചതിയൻ കുറുക്കന്റെ സ്വഭാവം ഇവിടെ കൃത്യമായിട്ടും വീണ്ടും അത് എന്താ പറയാ ആവിഷ്കരിക്കപ്പെടുന്നു നമ്മുടെ മുന്നിൽ. അതാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ പിന്നെ ഇനി കഥകൾ വരും. ശ്രീരാമൻ മാംസം ഭക്ഷിച്ചിരുന്നു, ശ്രീകൃഷ്ണൻ മാംസം ഭക്ഷിച്ചിരുന്നു, ദേവേന്ദ്രൻ മാംസം ഭക്ഷിച്ചിരുന്നു, ഋഷിമാര് ഭക്ഷിച്ചിരുന്നു. അത് ഭക്ഷിക്കട്ടെ, നിനക്കെന്താ? ഇത് ഞങ്ങളുടെ വിശ്വാസം. തിരിച്ച് നമ്മളെ ചില ചോദ്യങ്ങൾ ചോദിക്കട്ടെ. നിങ്ങൾക്ക് ഉത്തരം പറയാൻ കഴിയാത്ത ചില ചോദ്യങ്ങൾ ഇപ്പുറത്തെ വശത്ത് നിന്ന് വന്നാൽ എന്ത്? അവര് ചോദിക്കുന്ന ചോദ്യങ്ങൾ നമ്മൾ ഇതുപോലെ ആവർത്തിച്ചാൽ ഇങ്ങനെ ചില ചോദ്യങ്ങൾ വരുന്നുണ്ട്, ഇതിന് നിങ്ങൾ എന്ത് മറുപടി പറയും? എന്ത് ചോദിച്ചാലും അതൊക്കെ ഒരു മര്യാദയാണ്. ഒരു പൊതുസമൂഹത്തില്, ബഹുസ്വര സമൂഹത്തില് വിശ്വാസങ്ങളെ മാനിച്ചുകൊണ്ടിരിക്കും. മറ്റുള്ളവർക്ക് ഉപദ്രവകാരി അല്ലാത്ത എല്ലാ വിശ്വാസങ്ങളെയും നമുക്ക് മാനിക്കാം. മറ്റൊരാളിന് ഉപദ്രവകാരിയാകുന്ന വിശ്വാസങ്ങളെ നമുക്ക് മാനിക്കാൻ കഴിയില്ല. പലതിന്റെ അർത്ഥം അറിഞ്ഞുകൂടാതെ സംസ്കൃതത്തിന്റെ ബാലപാഠം, ഇനിയിപ്പോ ഇളയിടവും നുണയിടവും ഒക്കെ ഇറങ്ങും. ശ്രീരാമൻ നല്ല ഒന്നാം തരം കള്ള് പൂന്തിയിരുന്നു, ഇറച്ചി ഭക്ഷിച്ചിരുന്നു എന്നൊക്കെ പറഞ്ഞ് ഇറങ്ങും. അത് ശ്യാം മോഹനെ പോലെയുള്ള ആൾക്കാർ ഒക്കെ ഇനിയിപ്പോ ഇറങ്ങും. കാരണം ഈ ഇടതുപക്ഷത്തിനാണ് ഇപ്പൊ ആവേശം ഈ കാര്യത്തിൽ. അതായത് ഇവരെ മുന്നിൽ നിർത്തി രണ്ട് വിഭാഗങ്ങളെ തമ്മിൽ അടുപ്പിക്കുക, ആ തമ്മിൽ അടുപ്പിക്കുന്നതിൽ നിന്ന് മുതലെടുക്കുക. അപ്പോ ഈ വലിയ വിഷയം ഉണ്ടാകുമ്പോൾ ഒരു വശത്ത് BJP-യുടെ വളർച്ച കേരളത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കും. BJP പിടിക്കുന്ന വോട്ട് എത്രയാണ്, BJP-ക്ക് എത്ര സീറ്റ് കിട്ടും എന്ന് BJP-യേക്കാൾ കൂടുതൽ കണ്ണിൽ എണ്ണയും ഒഴിച്ച് കാത്തിരിക്കുന്നത് ഇവിടുത്തെ LDF-ഉം UDF-ഉം. ഈ രണ്ടു കൂട്ടർക്കും ഇതൊരു വലിയ വൈകാരിക പ്രശ്നമാണ്. കാരണം വെച്ചാൽ BJP എത്ര വോട്ട് പിടിക്കും, BJP എത്ര സീറ്റ് നേടും? നീ ആദ്യം നിന്റെ സീറ്റിന്റെ കണക്ക് പറ, നിന്റെ വോട്ടിന്റെ കണക്ക് പറ. അതല്ലേ ഞാൻ മത്സരിച്ചു, എനിക്ക് എത്ര വോട്ട് കിട്ടും, എനിക്ക് എത്ര സീറ്റ് പിടിക്കാൻ പറ്റും എന്നുള്ളതല്ലേ ഞാൻ ചിന്തിക്കേണ്ടത്. അതല്ല, ഞാൻ ചിന്തിക്കുന്നത് നിങ്ങൾ എത്ര സീറ്റ് പിടിക്കും, നിങ്ങൾക്ക് എത്ര വോട്ട് ഷെയർ കിട്ടും. അപ്പൊ തന്നെ ഇതിൽ നിന്ന് മനസ്സിലാക്കിക്കൂടെ ഇവരുടെ എല്ലാം ഉദ്ദേശശുദ്ധി. ഇത് വളരെ കൃത്യമായിട്ട് രണ്ട് വിഭാഗങ്ങളെ തമ്മിലടിപ്പിക്കാനും അതിൽ നിന്ന് മുതലെടുക്കാനും വേണ്ടുന്ന വളരെ നീചമായ ഒരു ശ്രമത്തിന്റെ ഭാഗമാണ് ഇത്. ഈ കേവലം ഏതെങ്കിലും ഒരു ഹോട്ടൽ മുതലാളിയുടെ ബുദ്ധിയിൽ ഉദിച്ചതല്ല. അതിനപ്പുറത്തേക്ക് ഇതിന് വളരെ ആസൂത്രിതമായ ഒരു ഗൂഢാലോചന ഇതിന്റെ പുറകിലുണ്ട്. ഒരു വലിയ ഗൂഢ പദ്ധതിയുണ്ട്. എവിടെയൊക്കെയോ വലിയ ഒരുക്കങ്ങൾ നടക്കുകയാണ്.